ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു എഗ് റോളിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ എഗ് റോളിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മൈദയൊന്നും ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്, നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചപ്പാത്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എഗ് റോൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒട്ടും തന്നെ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും മുട്ടയും പച്ചക്കറിയൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ പോലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, അവർ ഒരുപാട് കഴിക്കുകയും ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ എങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള എഗ് റോൾ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മൾ റോൾ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ പച്ചക്കറിയുടെ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗൾ എടുക്കുക. അതിനകത്തേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള സവാളയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം എടുത്താൽ മതിയാവും. അതായത് ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഒരുപാട് കനത്തിൽ അരിയരുത്, എന്നാൽ ഒരുപാട് പൊടി പൊടിയായിട്ട് ചോപ്പ് ചെയ്യാൻ വേണ്ട. അതായത് ഇതേപോലെ നീളത്തിൽ അങ്ങ് കനം കുറച്ച് ഒന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതിയാവും. കണ്ടതിപ്പോൾ കാണുമ്പോൾ തന്നെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും, തീരെ കനം കുറച്ചിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെയും ചേർത്ത് കൊടുക്കാം. ഞാൻ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് അതേപോലെ തന്നെ തീരെ നീളത്തിൽ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ തീപ്പെട്ടിക്കാനം എന്നൊക്കെ പറയില്ലേ, അതേപോലെ കനം കുറച്ചിട്ട് വേണം നമ്മുടെ ക്യാരറ്റൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ചേർക്കുന്ന ഏത് പച്ചക്കറിയാണെങ്കിലും ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. നമ്മളിത് വേവിച്ചിട്ടൊന്നുമല്ല ചേർക്കുന്നത്, നേരെ ഡയറക്റ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് ചേർക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ്. ഇനി അടുത്ത് എടുത്തിരിക്കുന്നത് നമ്മുടെ കുക്കുംബറാണ്. ഒരു ചെറിയൊരു കുക്കുംബറിൻ്റെ നേർപകുതി എടുത്ത് ഇതേപോലെ നീളത്തിൽ കനം കുറച്ചിട്ട് അതും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് ക്യാബേജാണ്. അപ്പോൾ ക്യാബേജ് എടുക്കുമ്പോൾ ഒരു ചെറിയൊരു പിടി അത്രമാത്രം മതിയാവും. അപ്പോൾ ക്യാബേജിൻ്റെ ടേസ്റ്റൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, ചിലർക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിരുന്നാൽ പോലും സവാളയാണ് ഒരു പിടി മുന്നിൽ നിൽക്കേണ്ടത്. സവാളയുടെ നേർപകുതി മാത്രം, ബാക്കി എല്ലാ ചേരുവകളും നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ടേസ്റ്റിന് വേണ്ടി ഒരു ചെറിയൊരു പിടി നമ്മുടെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എരിവിന് വേണ്ടി ഒരു പച്ചമുളക് ഇതേപോലെ തീരെ കനം കുറച്ച് ഒന്ന് കട്ട് ചെയ്താണ് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കയ്യിൽ ക്യാപ്സിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് വേണ്ടത് നാരങ്ങ നീരാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ എടുത്ത് നാരങ്ങ നീരും കൂടി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ എടുത്ത് മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇത്രയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവൊന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര മാത്രമേ പച്ചക്കറികൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ വെച്ചും കൂടി വേണമെങ്കിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ആ കുക്കുംബറൊന്നും ഒട്ടും തന്നെ ഉടഞ്ഞോ പൊടിഞ്ഞൊന്നും പോകാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്ന് കരുതി എല്ലാ സവാളയും അതേപോലെ തന്നെ ക്യാബേജും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വരാനും ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ കൈ വെച്ച് നല്ലതുപോലെ തന്നെ മുറുക്കി ശരിക്കും സവാളയൊക്കെ ഞെരടി പിഴിഞ്ഞെടുക്കില്ല, അതേപോലെ ഒരുപാട് അങ്ങ് മുറുക്കത്തിൽ ചെയ്യരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുക്കുംബറൊക്കെ ആണെങ്കിലും നമ്മുടെ ക്യാരറ്റ് ആണെങ്കിലും ആകെ അങ്ങോട്ട് പൊടിഞ്ഞു പോകും. അതിപ്പോൾ കാണാനും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, മാത്രമല്ല കഴിക്കാനാണെന്നുണ്ടെങ്കിലും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒട്ടും തന്നെ ഇതൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടതാ ഇതേപോലെ നന്നായിട്ട് എല്ലാ പച്ചക്കറികളോടും മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെജിറ്റബിൾ മിക്സിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതിനകത്ത് ചേർക്കുന്ന പച്ചക്കറികൾക്ക് അങ്ങനെ കറക്റ്റായിട്ട് അളവൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ക്യാപ്സിക്കം ചേർക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർക്കാം, ക്യാബേജ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ക്യാബേജ് ഒഴിവാക്കാം, കുക്കുംബർ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ കുക്കുംബറൊക്കെ ഒഴിവാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. ഇനി എഗ് റോളിന് വേണ്ടത് നമ്മുടെ ചപ്പാത്തിയാണ്. അപ്പോൾ ഞാനിവിടെ 3 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ മിക്സിന് 4 or 5 എഗ് റോൾ വരെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 3 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 4 or 5 വരെ എടുക്കാം. ഇനി അത്രയ്ക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് കനത്തിൽ നമ്മുടെ മുട്ടയുടെ മിക്സ് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു 3 മാത്രം എടുത്താൽ മതിയാവും. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്നിങ്ങ് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിന് പകരം കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയുടെ മിക്സ് ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കി ഓരോ ചപ്പാത്തി പോലെ ഇങ്ങ് റെഡിയാക്കി എടുത്താലും മതിയാവും. അതും നല്ലതാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വീട്ടിലുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ബാക്കി വരുന്ന ചപ്പാത്തി ഒന്നും കളയാതെയാണെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി എടുത്തത്. നമ്മുടെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക്, ഒരുപാട് വലിയ പാൻ ആവരുത്, ചെറിയൊരു പാൻ മാത്രം മതിയാവും. അതിനകത്തേക്ക് കുറച്ച് ബട്ടറാണ് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നത്.
അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് 3-1 നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. കാരണം 3 ചപ്പാത്തിയാണുള്ളത്, അപ്പോൾ 3-1 ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചപ്പാത്തി ഉണ്ടല്ലോ അതും കൂടി ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കുവാണ്. ഗ്യാസ് ഒരുപാട് അങ്ങ് കൂട്ടി വെക്കരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ട പെട്ടെന്ന് അങ്ങ് അടുക്കി പിടിക്കും. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. ഒരു വശമൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞപ്പോൾ പതുക്കെ ഒന്ന് മറിച്ചിട്ടും കൂടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചപ്പാത്തിയുടെ 2 വശം ഒന്ന് റെഡിയായി കഴിയുമ്പോൾ ഇതിങ്ങ് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അടുത്ത എഗ് റോളിൻ്റെ മിക്സും നമുക്ക് ഇതേപോലെ തന്നെ ഇങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ കുറച്ച് ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ പറ്റിയിട്ട്, ഇനിയിപ്പോൾ ഓയിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പറ്റിയിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ് കുറച്ച് ഒഴിച്ച് ഇതേപോലെ ഒന്ന് പരത്തി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി അതിൻ്റെ മുകളിലേക്ക് ഉടനെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചപ്പാത്തിയുടെ മിക്സും ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഇങ്ങ് റെഡിയാക്കി എടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ 3 നമുക്ക് ഇതേപോലെ ഇങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ 3 ചപ്പാത്തിയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എഗ് റോളാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ മുട്ടയുടെ മിക്സിനകത്തേക്കും ചപ്പാത്തി മുട്ടയുടെ ആ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്കും കൂടി കുറച്ച് മയോണൈസാണ് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എഗ് മയോണൈസോ അല്ലാന്നുണ്ടെങ്കിൽ എഗ്ലെസ് മയോണൈസോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കുക, അതൊക്കെ നമ്മുടെ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മുടെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ പതുക്കെ എല്ലാ ഭാഗത്തും കൂടി ഒന്നാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിളിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതേപോലെ ഇങ്ങ് നേരെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ ഈ സോസിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നേരെ ഇങ്ങ് വെച്ച് കൊടുത്ത് ഒന്ന് കവർ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇതിപ്പോൾ ഒരുപാട് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അല്ല തീരെ തിന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഒന്ന് പ്രസ്സായി ഇതേപോലെ ഇങ്ങ് കവർ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് റോളിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഒരുപാട് പണിയൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പി നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാക്കി വന്ന 3 ഇതേപോലെ തന്നെ നമുക്ക് എഗ് റോളാക്കി ഇങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസും അതേപോലെ തന്നെ നമ്മുടെ മയോണൈസും കൂടി ചേരുമ്പോഴാണ് ആ നല്ലൊരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്ത് സെർവ് ചെയ്യുമ്പോൾ ചപ്പാത്തി ചെറുതാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങ് വിടർന്ന് പോരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പറൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് പതുക്കെ ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താലും മതിയാവും. അപ്പോഴാണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് സെർവ് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയിൽ അവിടെ ഇരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. മാത്രമല്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ.